നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞു ആ ലിസ്റ്റ് തരാൻ പറ്റില്ലെന്ന്. നിങ്ങൾ പറയുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ എന്നെ ഹോസ്പിറ്റലിൽ അടച്ചു പൂട്ടേണ്ടി വരും. ഫൈനലി നിങ്ങളോടൊരു കാര്യം പറയാം. ഈ ലോകത്തിൽ ആരെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരോട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലെന്ന് ഡോക്ടർ പറഞ്ഞാ പെട്ടെന്ന് ഡോക്ടറെ മാറ്റി ഡിഫറെന്റ് വേസില് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ ശ്രമിക്കും. എന്നാൽ അനാഥ കുഞ്ഞുങ്ങളെ ദത്തെടുക്കണമെന്ന് ആരും ചിന്തിക്കില്ല. പ്ലീസ് മാഡം. നിങ്ങൾ പ്ലീസ് എന്ന് പറഞ്ഞാലും നടക്കാൻ പോണില്ല. ഇത് ഹോം ലോണോ പേഴ്സണൽ ലോണോ അല്ല ഉടനെ കിട്ടാൻ വേണ്ടി. ഫസ്റ്റ് നിങ്ങൾ അത് മനസ്സിലാക്ക്. എത്ര ബുദ്ധിമുട്ടാണെങ്കിലും പ്രശ്നമല്ല മാഡം. ഈ ഭൂമിയിൽ അച്ഛൻ അമ്മയില്ലാത്ത കുട്ടികൾ എത്ര വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ. എന്നാൽ നിങ്ങളും ഞാനും ഉള്ളിടത്തോളം കാലം അവർ ഒരിക്കലും അനാഥയാവരുത്. നമ്മൾ ചെയ്യുന്നത് വളരെ നല്ല കാര്യ. എന്നേലും ഒരിക്കലത് സക്സസ് ആയി തീരും. തുടർന്ന് ശ്രമിച്ചുകൊണ്ടിരുന്ന നമ്മുടേതായ സാമ്രാജ്യം ഉണ്ടാക്കാൻ കഴിയും. നിങ്ങൾ ഡോക്ടറുടെ സ്ഥാനത്തല്ലാതെ ഒരു കുഞ്ഞിന്റെ അമ്മയായി ചിന്തിക്ക്. അച്ഛനും അമ്മയില്ലാത്ത കുട്ടികൾക്ക് നിങ്ങളെപ്പോലൊരു അമ്മയെ കിട്ടിയ അവർക്ക് എത്ര സന്തോഷായിരിക്കും മാഡം. നിങ്ങളുടെ ശ്രമത്തിന് ഞാൻ എന്നെ കൊണ്ടാകുന്ന സഹായം ചെയ്യാം. താങ്ക്സ് മാഡം. ഞാൻ ഇവിടുത്തെ റെപ്യൂട്ടേഷനെ പറ്റി ചിന്തിക്കാതെ നിങ്ങൾക്ക് വേണ്ടി റിസ്ക് എടുക്കാം. അതുകൊണ്ടാണ് ഈ ഹോസ്പിറ്റലിൽ ജനിച്ച കുഞ്ഞുങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് തരുന്നത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാഡം. താങ്ക് യു ഡോക്ടർ. ആരാ നിങ്ങള്? അനാഥ കുട്ടികളെ ദത്തെടുക്കാൻ വേണ്ടി പറയാനാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? മനസ്സിലായി. ആ മന്ദബുദ്ധി എന്റെ അമ്മായിമ്മത്തള പറഞ്ഞു കാണും. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം അവരെ. അമ്മേ, എവിടെ പോയി കിടക്ക? അമ്മേ, എന്തിനാടി ഒച്ച വയ്ക്കുന്നേ? എനിക്ക് കുഞ്ഞുങ്ങളില്ലെന്ന് നിങ്ങളാണ് ഇവരോട് പറഞ്ഞേ. ഞാനെന്തിനാ അവരോടൊക്കെ പറയുന്നത്? നിനക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്ന് എനിക്ക് അറിയാലോ. നിന്നെ തൂക്കി വെളിയിൽ കളഞ്ഞിട്ട് ഞാൻ എന്റെ മോനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കും. ആഹാ, എന്റെ ഭർത്താവിനെ കൊണ്ട് നീ വേറെ കല്യാണം കഴിപ്പിക്കുമല്ലേ? ശരിയാക്കി തരാം നിന്നെ ഞാൻ. ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. അവർ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് പോവാം. നിങ്ങളുടെ പ്ലാനൊക്കെ വളരെ നല്ലതാണ്. അത് പോയി 10 പേരോട് പറയാനും നന്നായിട്ടുണ്ടാവും. പക്ഷെ ഇത് ഫോളോ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. നല്ല കാര്യമായതുകൊണ്ടല്ലേ സർ എല്ലാരോടും ഫോളോ ചെയ്യാൻ പറയുന്നത്. നിങ്ങളെ പോലത്തെ വലിയ വലിയ ആൾക്കാര് ഒരു കുഞ്ഞിനെ ദത്തെടുത്താൽ മാത്രം മതി. അത് കണ്ടിട്ട് പല ആളുകൾക്കും ഇൻസ്പയർ ആയി അവരും ദത്തെടുക്കാൻ തുടങ്ങും. അങ്ങനെയാവുമ്പോ ഈ നാട്ടില് അനാഥ കുട്ടികളായിട്ട് ആരും ഉണ്ടാവില്ല സർ. എന്താ എന്റെ അനിയത്തി ഇനിയിപ്പോ ഒരു കൊച്ചിനെ ദത്തെടുക്കണോ? ഒരു കുട്ടി ഉണ്ടാവാൻ എത്രമാത്രം വഴികളുണ്ട്. എന്തൊക്കെയാണേലും അത് ആർക്ക് ജനിച്ചതാ, എങ്ങനെയൊക്കെ ജനിച്ചതാ, ഏത് ജാതിയാണോ ഏത് മതമാണോ എന്ന് അറിഞ്ഞുകൂടല്ലോ. അങ്ങനെ ഒരാളെ ഞങ്ങൾ ദത്തെടുക്കണോ? ഞങ്ങളുടെ ജാതിയിലെ ആളല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ഞങ്ങൾ പച്ചവെള്ളം പോലും കുടിക്കില്ല. അങ്ങനെയുള്ള ഒരാളെ നീ വീട്ടിൽ കൊണ്ടുവന്ന് വളർത്താൻ പറയാണോ? ആദ്യം നിങ്ങളെയാ പറയേണ്ട അളിയാ ഇതുപോലുള്ള ആൾക്കാരെ വീട്ടിൽ ക്ഷണിക്കുന്നതിന്. അതെ, മര്യാദയ്ക്ക് വെളിയിൽ പോകുന്നുണ്ടോ അതോ ഞങ്ങൾ തന്നെ തള്ളി പുറത്താക്കണോ? എന്താ ഇങ്ങനെയൊക്കെ? അളിയൻ എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ? എന്തിനാ ഇതുപോലുള്ള ആൾക്കാരൊക്കെ വീട്ടിൽ വിളിക്കുന്നേ? നിനക്ക് കുട്ടിയല്ല വേണ്ടേ? അതിന് എത്രമാത്രം വഴികളുണ്ട്. എനിക്ക് തന്നെ എത്ര ഡോക്ടേഴ്സിനെ പരിചയമുണ്ട്. അതിൽ ആരെങ്കിലും ഒരാളെ കൺസൾട്ട് ചെയ്താൽ പോരെ? അത് പോരാഞ്ഞിട്ട് ഇതുപോലുള്ള ആൾക്കാരൊക്കെയാണോ വീട്ടിൽ വിളിക്കുന്നത്? ചേച്ചി, അമ്മ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാനായിട്ട് വരുമോ? ചേച്ചി, അച്ഛനമ്മയെന്ന് വിളിക്കുന്ന ഭാഗ്യം ഞങ്ങളെ പോലെയുള്ള ആരുമില്ലാത്തവർക്കും ഉണ്ടോ? നിങ്ങള് ഭാഗ്യം ചെയ്തവരല്ലെങ്കിൽ ഈ ലോകത്തിൽ ജനിക്കുകയല്ലായിരുന്നു, ഗീതേച്ചിയെ കാണുകയില്ലായിരുന്നു. ഞങ്ങൾ ഭാഗ്യമുള്ളവരാണെന്ന് ചേച്ചി പറയുന്നു. പിന്നെ എന്തിനാ അച്ഛനും അമ്മയും ഞങ്ങളെ ഇങ്ങനെ ഉപേക്ഷിച്ചു പോയത്? അസാമിലെ പോലും ജ്യോതി എന്നൊരു കുഞ്ഞിനെ കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിഞ്ഞു. ആ കുഞ്ഞ് വളർന്നു വലുതായി അസിസ്റ്റന്റ് കമ്മീഷണർ ആയിരിക്കുക. നിങ്ങളെയും ഞങ്ങള് നല്ല അച്ഛന്റെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കും. അപ്പൊ പോവില്ലേ? ഞാൻ എങ്ങോട്ടും പോവില്ല ചേച്ചി. നിങ്ങളുടെ കൂടെ തന്നെ ആശ്രമത്തിൽ നിന്ന് നിങ്ങൾ പറയുന്ന ജോലിയൊക്കെ ചെയ്ത് എല്ലാരെയും ഞാൻ നന്നായിട്ട് നോക്കും.
കുട്ടികളെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നത്. എന്നിട്ട് നീയാണെങ്കിൽ ഇവിടെ തന്നെ നിൽക്കാന്ന് പറയുന്നു. ഇനി മേലെ ഇങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ ചേച്ചി നിനക്ക് പനിഷ്മെന്റ് തരും. സോറി ചേച്ചി.